ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ അധികൃതർ അവരുടെ ശ്രദ്ധ ഇല്ലാതെ അവർ ശ്രദ്ധിക്കാതെ ഒരു 2.5 വയസ്സുകാരനായ ഒരു കുട്ടി, അത് എവിടെ, ആലുവയിലാണ് സംഭവം നടക്കുന്നത്, റോഡിലോട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടില്ല. 2.5 വയസ്സുകാരനായ ഒരു കുട്ടിയാണ്. അത് ചെറിയ സ്കൂളിലാണ്, LKG UKG എന്നുള്ള അറിയാൻ പഠിക്കുന്നത്. ആ കുട്ടി പോയത് സ്കൂൾ അധികൃതരെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. അപ്പം നാട്ടുകാരൊക്കെ കാര്യം തിരക്കിയപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കണ്ടിട്ടില്ല, സ്കൂളിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ആയതുകൊണ്ട് മാത്രം ഗേറ്റ് തുറന്നിട്ടതാണ്. എന്തായാലും ഭാഗ്യത്തിന് ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം ദൈവത്തിൻ്റെ കൈകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ സർവ്വസാധാരണമാണ്. അത് സംഭവം ശരി തന്നെയാണ്. അത് പല രൂപത്തിലും വരും. ഒന്നെങ്കിൽ ഏതെങ്കിലും വഴിയാത്രക്കാരുടെ രൂപത്തിലോ ഏതെങ്കിലും വണ്ടിക്കാരുടെ രൂപത്തിലൊക്കെയാണ്. എന്തായാലും ആ വഴിക്ക് ഒരു മിനി ലോറി ഡ്രൈവർ വന്നു. അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ വണ്ടി സ്പീഡിലാണ്. ദൂരെ നിന്ന് തന്നെ കുട്ടി റോഡിന് കുറുകെ ഇറങ്ങി വരുന്നത് കണ്ടു. അദ്ദേഹം വണ്ടി സ്ലോ ആക്കി ബ്രേക്ക് ചവിട്ടി നിർത്തി വണ്ടി. അദ്ദേഹം ഇറങ്ങി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. അപ്പോൾ ആ വീഡിയോ നമുക്കത് കാണാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടേ. പ്രീ സ്കൂളിന്റെ തുറന്നു കിടന്ന കതകിലൂടെ റോഡിലേക്കിറങ്ങിയ 2.5 വയസ്സുകാരൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തിരക്കേറിയ റോഡിലേക്ക് കൊച്ചുകുട്ടി ഓടിയെത്തുന്നത് കണ്ട മിനി ലോറി ഡ്രൈവറാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഹോണടിച്ച ശേഷം ഓടിയിറങ്ങി കുട്ടിയെ എടുത്തുമാറ്റുകയായിരുന്നു. ആലുവ എടയപ്പുറം റോഡിൽ ഇന്ന് രാവിലെ 10:30 സംഭവം. ഈ സമയവും സ്കൂൾ അധികൃതർ സംഭവം അറിഞ്ഞിരുന്നില്ല. പെയിന്റിംഗ് പണി നടക്കുന്നതിനാലാണ് ഗേറ്റ് തുറന്നു കിടന്നതെന്നാണ് അധികൃതർ പറയുന്നത്. കണ്ടില്ല ആ വീഡിയോ? ഇതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂളിലത്തെ ജീവനക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. കുട്ടികൾ എങ്ങനെ പോണു, എവിടെ പോണു, എന്താണ്. കുട്ടികൾ ഇൻ്റർവെല്ലിൻ്റെ സമയത്താണെങ്കിലും തുറന്നു വിടും. എന്നിട്ട് അവർക്ക് അവരുടേതായ ഒരു ന്യായമാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല, കുട്ടി ഇറങ്ങിപ്പോയത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവർ പിന്നെ എന്ത് നോക്കാനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്? സ്കൂളിൻ്റെ ഗേറ്റും പിന്നെ ചുമരൊക്കെ പെയിൻ്റ് അടിക്കുമ്പം കുട്ടികളെ കൂടി ശ്രദ്ധിക്കണ്ടേ? ഒരു കുട്ടിയല്ല, അവിടെ പല കുട്ടികളും ഉണ്ടല്ലോ. ഈ ഒരു കുട്ടി മാത്രം തിരിച്ചറിവില്ലാത്തൊരു കുട്ടി, 2.5 വയസ്സേ അവനുള്ളൂ. അവൻ ഇറങ്ങിപ്പോയത് ഇവരാരും കണ്ടിട്ടില്ലെന്ന്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ സമാധാനം പറയുമോ ആ കുട്ടിയുടെ വീട്ടുകാർക്ക്? ഇതുപോലെ നാറിയ കുറേ അധ്യാപകരുണ്ട്, ടീച്ചർമാരുണ്ട്. ഒരു കാര്യത്തിനും ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. എന്നാൽ വലിയ ഉപദേശങ്ങളാണ്, പഠിപ്പിക്കലാണ് തന്നെ. എന്നാൽ കുട്ടികളുടെ ശ്രദ്ധ ഇവരെല്ലാവരും പിന്നെ ആരും ശ്രദ്ധിക്കും? കുട്ടീനെ സ്കൂളിൽ അവരുടെ മാതാപിതാക്കൾ വിട്ടു കഴിഞ്ഞാൽ കുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു സ്കൂളിലെ അധ്യാപകർക്കും മാനേജ്മെൻറ്റിനുമാണ്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ സ്കൂളും തുറന്നു വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുന്നത്? എന്നെ കുണ്ണ കാണാനായിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടത്. ഇവനോടൊക്കെ പിന്നെ എന്നതാ പറയേണ്ടത്? ഇവനൊക്കെ പിന്നെ വലിയ അധ്യാപകരും ടീച്ചർമാരുമാണ്. കാരണം അവർക്ക് വിവരവും ബോധമുള്ള അധ്യാപകരും ടീച്ചർമാരും വേണം. അതല്ല കുട്ടികളെ ഇറങ്ങിപ്പോയി ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്.
അവിടുത്തെ നാട്ടുകാർ ഇടപെട്ടിട്ട് തെറി പറയാത്ത ഭാഗ്യം, അല്ല ഇവരെ സ്കൂൾ കയറി തല്ലാത്ത ഭാഗ്യം. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറച്ച് ടീച്ചർമാരുണ്ട്, സാറുമാരും ഉണ്ട്. എന്നാ കാര്യത്തിനാണോ വരുന്നത്, പഠിപ്പിക്കാനാണ് പഠിപ്പിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസമുള്ള കൊല്ലത്ത് സ്കൂൾ കുട്ടികളെ, മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു പറഞ്ഞൊരു അവിടുത്തെ ഒരു ഹെഡ് മിസ്സസ്. അവർ കംപ്ലൈൻറ്റ് ഉണ്ടാക്കി, കടന്ന് ബഹളം ഉണ്ടാക്കി. അതിനെന്തോ തീരുമാനമൊക്കെ ആയി, നടപടി വന്നു. അതുവരെ അങ്ങനെ ടീം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ അതും കൂടി പറയാമെന്ന് വെച്ചു. ഇപ്പോൾ ഇതുപോലെ സമാനമായ ഒരു സംഭവം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മലപ്പുറത്തുണ്ടായി. ബസ് വരുന്നത് പ്രൈവറ്റ് ബസ് വരുവാണ്. പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിലോട്ട് ഒരു കുട്ടി, അത് ഇത്രയും പ്രായം, അതിലും ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു, ഗേറ്റ് തുറന്ന് കിടക്കുന്ന ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി, ആ ഗേറ്റിനകത്തൂടെ തുറന്ന ഗേറ്റിനുള്ളിൽ തുറന്നിട്ട് ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് വന്നു. മനസ്സിലായോ? ഗേറ്റ് തുറന്നു കിടക്കാണ്, കുട്ടി തുറന്നല്ല. ഇനി വലിച്ചു തുറക്കാൻ പറ്റുന്ന ചെറിയ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും തുറക്കാം. കുട്ടി പിടിച്ച് വലിക്കുമ്പോൾ അല്ല കാറ്റടിക്കുമ്പോഴോ നീങ്ങുന്ന ഒരു ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരും. എന്ത് കാര്യത്തിനാണ്? മാതാപിതാക്കൾ കണ്ടിട്ടില്ല. സ്കൂൾ അധികൃതർ ഇങ്ങനെ, മാതാപിതാക്കൾ ഇങ്ങനെ ഒക്കെ നേരെ പറ്റിയ ടീമാണ്, പറ്റിയ കോമ്പിനേഷനാണ് എന്തായാലും. അതും ആ ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലും അതിലെ കണ്ടക്ടറുടെ സമയോചിതമായ ഇടപെടലും എല്ലാം കൂടി കൂടിയിട്ട് അവർ ബസ് ഡ്രൈവറോ കണ്ടക്ടറൊക്കെ വന്ന് ഇറങ്ങി വന്നിട്ട് ആ കുട്ടീനെ എടുത്ത് മാറ്റുന്നു. മനസ്സിലായോ? നിങ്ങളൊക്കെ കുട്ടികളെ ഉണ്ടാക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, വളർത്താൻ കൂടി പഠിപ്പിക്കണം. ചെറിയ കുട്ടിയാണെന്നുള്ളൊരു വിചാരമെങ്കിലും വേണം. ഇവിടെ കവാ കുവ്വ എന്ന് പറഞ്ഞിട്ട് തെക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നടന്നിട്ട് കാര്യമില്ല. കുറേ വെച്ചുണ്ടാക്കി തിന്നുന്നു. അത് ഈ വീട്ടുകാരുടെ കാര്യം മാത്രമല്ല, ഈ അധ്യാപകരുടെ കാര്യം കൂടിയാണ് പറയുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും, ഉച്ചയാകുമ്പോഴേക്കും കുട്ടികളെ പഠിപ്പിക്കും. ഇതിലാ ചോറ് തിന്നും. കുട്ടികൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യുന്നൊന്നും ഒരു ശ്രദ്ധയില്ല. ഇങ്ങനെ നടക്കുക തന്നെയാണ്. ഇവനൊക്കെ ശരിക്കും തെറി പറയാതെ എങ്ങനെ ഇരിക്കുക? അല്ല, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എന്ത് പറയും? ഇവരുടെ പേരിൽ പോലീസ് കേസെടുക്കും, അത്ര തന്നെ. കുട്ടിയെ ശ്രദ്ധിച്ചില്ല, കുട്ടിയെ കൊന്ന കുറ്റത്തിന് സ്കൂൾ അധികൃതരുടെ പേരിൽ കേസെടുക്കും. വണ്ടിക്കാരുടെ പേരിലല്ല, സ്കൂൾ അധികൃതരുടെ പേരിലാണ് ആദ്യം കേസെടുക്കേണ്ടത്, സ്കൂൾ ജീവനക്കാരുടെ പേരിൽ. എന്നിട്ട് വേണം വണ്ടിക്കാരുടെ പേര് കേസെടുക്കാൻ. മെയിൻ റോഡിൽ കൂടി വരുന്ന ഒരു വണ്ടി, സ്പീഡിൽ വരുന്ന വണ്ടി, ഇത്രയും ചെറിയൊരു 2.5 വയസ്സുള്ള കുട്ടി, അയാൾ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഡ്രൈവർ കണ്ടില്ല എന്ത് ചെയ്യും? ഇന്ന് ആ കുട്ടിയുടെ ജീവൻ പൊരിഞ്ഞിട്ട് നഷ്ടമായിട്ടുണ്ടാവും. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോയി. മനസ്സിലായില്ലേ? കുറേ മാഷന്മാർ, കവൻ കുവയില്ലാത്ത കുറേ മാഷന്മാരുണ്ട്. എന്തെങ്കിലും ഒരു മരുന്നെങ്കിലും ഒരു ലക്ഷം വിവരം വേണ്ടേ? കാരണം പെയിന്റ് അടിച്ചത് മാത്രം, പെയിന്റ് അടിച്ച ഒരു കാരണം കൊണ്ട് മാത്രം ഈ മറ്റേ ഗേറ്റ് തുറന്നിട്ടുണ്ട്. പെയിന്റ് അടിച്ചില്ലെങ്കിലും തുറന്നിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം പെയിന്റ് അടിയാണ് കാരണം പറയുന്നത്. പെയിന്റിങ്ങുകാരാണ് തുറന്നിടാൻ പറഞ്ഞത്. പെയിന്റിങ്ങുകാർ തുറന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങളത്, അല്ലെങ്കിൽ പെയിന്റിങ്ങുകാരോട് പെയിന്റിങ്ങുകാർ തുറക്കാൻ പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ തുറന്നതാണെങ്കിലും നിങ്ങൾ ആ കുട്ടീനെ പോകണ വരെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ആ കുട്ടി എന്നല്ല, ഏത് കുട്ടിയായാലും. ഭയങ്കര ന്യായം പറയാൻ നിൽക്കുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ടച്ച് മൊബൈല് കൈ കിട്ടിക്കഴിഞ്ഞാൽ അതും കുത്തി വൈകുന്നേരം വരെ അതിൽ ഇങ്ങനെ ശൃംഖരിച്ചോണ്ടോ അല്ല വാട്സപ്പ് ചെയ്തുകൊണ്ടോ ഇരിക്കുന്നുണ്ടാവും. ഫുൾ അധ്യാപകരും ടീച്ചർമാരും എല്ലാം. പിന്നെ കുട്ടികളെ നോക്കാൻ എവിടെ സമയം? ശരിയെന്നാ നിർത്തുന്നു. ഓക്കെ.